Good morning, students. Welcome to this class. Today we are going to study numerical differentiation. Differentiation and integration are basic mathematical operations with a wide range of applications in various fields of science and engineering. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് അതിന് ഉപയോഗങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. സാധാരണ ഒരു ഫംഗ്ഷനെ നമുക്ക് എളുപ്പത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. ഒരു സിമ്പിൾ കണ്ടിന്യൂസ് ആൾജിബ്രിക് ഓർ ട്രാൻസെൻഡൽ ഫംഗ്ഷൻസ് can be easily differentiated or integrated directly using, for example, if I differentiate sin x, I will get cos x. If I integrate cos x, I will get sin x. This is very simple. But if there are some complicated continuous functions which are tedious to differentiate or integrate directly, or in the case of experimental data where we have the tabulated values of variables in a discrete form, we cannot use direct methods of differentiation and integration to find the differential or integral of this such type of data. അത് ചില സമയങ്ങളിൽ നമ്മൾക്ക് ഫങ്ഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസുകൾ ആ ഫങ്ഷനുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. മാത്രമല്ല എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയും അതുപോലെ നമ്മൾക്ക് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ പറ്റില്ല. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേഷൻ അപ്രോക്സിമേറ്റ്ലി ന്യൂമറിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ ഡാറ്റ പോയിൻറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, എക്സും വൈയും പോയിൻറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നമ്മൾ ഈ നീല കളറിൽ കാണുന്നത്. എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് എക്സും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് പ്ലസ് എച്ചിലെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും ആണ്. Our aim is to approximate the slope of a curve at a particular point A in terms of fa and the value of f at a nearby point where x is equal to a plus h. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കർവ് എഫ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു പ്രത്യേക പോയിന്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഉപയോഗിച്ച് ആ സ്ലോപ്പിനെ എഴുതുക. ആൻഡ് ദ വാല്യൂ ഓഫ് എഫ് അറ്റ് എ നിയർ ബൈ പോയിന്റ്, ആ സ്ലോപ്പിൽ നിന്നും എക്സിൽ ഈക്വൽ ടു എയിലിൻ്റെ അടുത്ത ഒരു പോയിന്റിലെ വാല്യൂവും നമ്മൾക്ക് അപ്രോക്സിമേറ്റ്ലി എഴുതാൻ സാധിക്കുക. ഇതാണ് നമ്മളുടെ എയിം. So our aim is to approximate the slope of a curve at a point x equal to a in terms of the value of the function and the value of the function at a nearby point where x is equal to a plus h. So what is numerical differentiation? It is the process of computing the value of the derivative of an function, explicitly unknown function, but it has only discrete set of points xi, yi. So we have a function, but we don't know the form of the function, explicit function, but it is unknown, and we are computing the value of the derivative of that function using numerical differentiation.
So numerical differentiation ചെയ്യണമെങ്കിൽ first we have to determine an interpolating polynomial and then compute the approximate derivative at the given point. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഫംഗ്ഷൻ്റെ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഡെറിവേറ്റീവ്, അപ്രോക്സിമേറ്റ് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ എക്സ് എന്ന് പറയുന്ന ഡൊമെയിൻ, അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂസിൻ്റെ പല പോയിന്റുകളായി സ്പ്ലിറ്റ് ചെയ്തു. ആ പല എക്സ് ഐ പോയിന്റുകൾ ഈക്വൽ സ്പേസിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേറ്റിംഗ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും നിയർ ദ ബിഗിനിങ് ഓഫ് ദ ടേബിൾ. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡിസ്ക്രീറ്റ് ഡാറ്റ ടേബിളിലെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് എക്സ് ഐ ഈക്വൽ സ്പേസ്ഡ് ആണെങ്കിലും ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ, you have to find the derivative at the starting point of the table. We can use Newton's forward interpolation formula. And if you want to find at the end of the table, you have to use Newton's backward interpolation formula. At the center of the table, you have to use Stirling's formula. Okay, this is what the thing which I told you. So the actual slope is f. F is the slope. F is the curve or the function. So the slope at A, this is the slope. The dotted point shows the slope. That dotted point which is the slope. So this is the slope. See the slope at this point. This is the slope at this point A. Now this slope at the point, this slope has a value at a nearby point, this slope. So now using the value of the slope at a nearby point, and you use this slope value, that means y value of the slope, and then you add some value, you should get the approximate value of the function at the nearby point. So this is what we are going to do. So what we are seeing is the slope of the line is the difference of the y values by difference of the x values. So this is called one-sided difference or forward difference approximation to the derivative of f. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് തുല്യമാണ്. ഒരു പോയിന്റിലെ സ്ലോപ്പും ഫസ്റ്റ് ഡെറിവേറ്റീവും ആ പോയിന്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവും തുല്യമായിരിക്കും. കാരണം സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ഒരു അടുത്ത എക്സ് പോയിന്റിലെ അറിയാമെങ്കിൽ ആ അടുത്ത എക്സ് പോയിന്റിൽ നിന്നും നമുക്ക് ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. A second version of this arises on considering a point to the left of A rather than to the right as we did above. ഈ കേസിലാണെങ്കിൽ നമ്മൾ ഒരു എഫ് എ എന്ന് പറഞ്ഞ പോയിന്റും അതിൻ്റെ തൊട്ട് മുമ്പത്തെ പോയിന്റിലെയും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് നമ്മൾക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത് മുമ്പോട്ട് ഒരു പോയിന്റിലെയും ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ബാക്കിലേക്കുള്ള പോയിന്റിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എ മൈനസ് എച്ച് എന്ന് പറഞ്ഞ ബാക്ക്വേർഡ് പോയിന്റിലെയും എ പ്ലസ് എച്ച് എന്ന് പറയുന്ന മുമ്പോട്ടുള്ള പോയിന്റിലെ രണ്ട് പോയിന്റുകളിലും നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സെൻട്രൽ ഡിഫറൻസ് അപ്രോക്സിമേഷൻ അനുസരിച്ച് നമ്മൾ അതായത് എക്ക് മുമ്പുള്ള പോയിന്റിൻ്റെ എഫ് വാല്യൂവും എക്ക് ബാക്കിലുള്ള പോയിന്റിൻ്റെ എഫ് വാല്യൂവും സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ് ഡിഫറൻസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെൻട്രൽ ഡിഫറൻസ് അപ്രോക്സിമേഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണേണ്ട സെൻട്രൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 അപ്രോക്സിമേഷൻസ് ഉണ്ട്. ഒന്ന് ഫോർവേഡ് ഡിഫറൻസ്, 2 ബാക്ക്വേർഡ് ഡിഫറൻസ്, 3 സെൻട്രൽ ഡിഫറൻസ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് സെൻട്രൽ ഡിഫറൻസ് ആണ്. Okay. So this is what I explained. This is colored now. ഈ സംഭവം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാനിപ്പോൾ വേറൊരു ഫിഗറിൽ കളർ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
ദിസ് ഈസ് ഈ ബ്ലാക്ക് ആണ് ഫംഗ്ഷൻ. നമ്മൾ കാണുന്ന സ്ലോപ്പ് റെഡ് കളറാണ്. ഓക്കെ, red line is the tangent. Red line is the tangent, and this blue line is the approximation of the function at the next. So എന്തുകൊണ്ടാണ് നമ്മൾക്ക് ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ വേണ്ടി വരുന്നത്? അനലിറ്റിക്കൽ കാൽക്കുലേഷൻ വർക്ക് ചെയ്യാത്ത സമയത്താണ് നമ്മൾക്ക് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ആവശ്യമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഈസ് നോട്ട് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ. ഷോർട്ട് കട്ടുകൾ, ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച്, ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇല്ലാത്ത സമയത്താണ് നമ്മൾക്ക് ഇത് ആവശ്യമായി വരുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന പോയിന്റ് എങ്ങനെയായിരിക്കണം? നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് എഫ് കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റ് വളരെ ക്ലോസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് വി ഷുഡ് ഫൈൻഡ് h should be very small, so the a plus h is very close to a. So this is what I told you in the beginning. If we take the point B on the left of a, then it is forward. Sorry, on the if it is on the left side of x, a, it is backward. And if I am using the forward and backward point, we are using central derivative. So this is what I told you. This is the forward. Okay. So this is the central. This is the forward, this is the backward. So I have three types of numerical differentiation. Even if I use the first derivative and then I subtract it, you can find the second derivative. Now we are going to find out the derivation for the numerical differentiation. What is the formula for finding the derivative? So as I told you, the first condition is the value of xi are equispaced and the derivative is required at the beginning of the table of values. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, എക്സ് വാല്യൂസ് ഒക്കെ ഇക്വിസ്പേസ്ഡ് ആയിരിക്കണം. രണ്ട്, ഡെറിവേറ്റീവ് ആവശ്യമുള്ളത് എവിടെയായിരിക്കണം? ഈ ടേബിളിൻ്റെ ആദ്യമായിരിക്കണം. അങ്ങനെ ഉള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കുന്നത്. ഗ്രിഗറി ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അതായത് നമ്മൾക്ക് ഡെറിവേറ്റീവ് ഏറ്റവും അവസാനം, ടേബിളിൻ്റെ അവസാനം ആവശ്യമായി വരുമ്പോഴാണ് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. സപ്പോസ് എക്സ് ഐ വാല്യൂസ് ഈക്വിസ്പേസ്ഡ് അല്ലെങ്കിൽ നമ്മൾക്ക് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ഫോർമുല ഓർ ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ ഫോർമുല ടു ഗെറ്റ് ദ ഡെറിവേറ്റീവ്സ്. നൗ ഈ കേസ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ എക്സ് ഐ ഈക്വിസ്പേസ്ഡ് ആണെങ്കിൽ ഉള്ള കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മൾക്ക് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. y is equal to y0 plus p into delta y0 plus p into p minus 1 delta square y0 plus p into p minus 1 into p minus 2 delta cube y0 plus etc. ഇവിടെ p എന്ന് പറയുന്നത് x minus x0. ഇതൊക്കെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡിറൈവ്ഡ് ഓൾറെഡി ദ ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല. അതിൽ നമ്മൾക്കറിയാം ഡെൽറ്റ y0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, ഡെൽറ്റ ക്യൂബ് y0 എന്ന് പറയുന്നത് തേർഡ് ഡെറിവേറ്റീവ് ആണ്. ഇത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് എക്സും വൈയും ഉണ്ടെങ്കിൽ ഡെൽറ്റ വൈ കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ സ്ക്വയർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. വൈ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മൂന്നാമത്തെ കോളം കിട്ടും, മൂന്നാമത്തെ കോളം തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നാലാമത്തെ കോളം കിട്ടും. അങ്ങനെ പോകും. ഇനി ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ക്യാൻ ബി റിട്ടൺ ആസ്, ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dy ബൈ എന്താണ് dx 1/h, ഇതൊക്കെ